ഓം നമോ ഭഗവതേ സായീശ്വരായ. എന്തിന് സത്യസായി ഭാഗവതം? ഭഗവത് കഥകൾ കേൾക്കുന്നതിനെക്കുറിച്ച്, തിരുനാമം ജപിക്കുന്നതിനെക്കുറിച്ച് ഭഗവാൻ സത്യസായി ബാബ അരുളിയിരിക്കുന്നത് സശ്രദ്ധം കേൾക്കൂ. ഭഗവാന്റെ ദിവ്യമായ അമൃതകഥകൾ ഹൃദയപൂർവ്വം വിവരിക്കുന്നത്, ഭക്തിപൂർവം വിശ്വാസപൂർവം കേൾക്കുന്നത് ആരാണോ അവരുടെ ഹൃദയത്തിൽ ആനന്ദം ഉറവയെടുക്കും. അവർ ആത്മസാക്ഷാത്കാരം നേടും. ഇക്കാര്യത്തിൽ തെല്ലും സംശയം വേണ്ട. ഞാൻ എൻ്റെ ജീവിതത്തിലെ ധാരാളം സംഭവങ്ങൾ വിവരിക്കാം. അക്കഥകൾക്ക് ഒരു അന്തവുമില്ല. സത്യത്തിൽ എൻ്റെ കഥകൾ വിവരിക്കാൻ വാക്കുകൾ അശക്തം. ആർക്ക് എൻ്റെ മഹിമ വിവരിക്കാനാകും? ആകാശം എഴുതാനുള്ള കടലാസാക്കി, സമുദ്രം മഷിയായി ഉപയോഗിച്ച്, വൃക്ഷങ്ങളുടെ കൊമ്പുകൾ പേനയുമാക്കിയാൽ പോലും എൻ്റെ അനന്തമായ മഹിമ വിവരിക്കാനാവില്ല. അനന്തമാണ് ഈശ്വരൻ്റെ തിരുനാമങ്ങൾ. ഋഷികളും തപസ്വികളും ഈശ്വരനെ ലക്ഷക്കണക്കിന് രൂപത്തിൽ ദർശിച്ചു. കണ്ണടച്ചും തുറന്നും അവർ ആ രൂപം കണ്ടു. മാനവന് അറിയാനായി അവരുടെ ഭാഷയിൽ അവർ ഈശ്വരനെ സ്തുതിച്ചു. എന്നിട്ടും ആ മഹിമ വർണ്ണിച്ചു തീർക്കാനായില്ല. നോക്കൂ, ഈശ്വര സൃഷ്ടി എത്ര അത്ഭുതകരം, മധുരതരം! ആർക്കും ഈശ്വരൻ്റെ രഹസ്യം ഗ്രഹിക്കാനാവില്ല. ഈശ്വരലീലകൾ ഏറ്റവും നിഗൂഢം, പവിത്രം, അത്ഭുതകരം. സമസ്തവും ഉണ്ടാക്കപ്പെട്ടത് ഈശ്വര സങ്കല്പത്താൽ. ഈശ്വരേച്ഛയ്ക്ക് എന്തു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സൃഷ്ടിക്കാനാകും. ഭഗവത് കഥകളേക്കാൾ പവിത്രമായി അത്ഭുതകരമായി ലോകത്തിൽ യാതൊന്നുമില്ല. ലൗകിക ബന്ധനങ്ങളെ ഛേദിക്കുന്ന മൂർച്ചയേറിയ ആയുധമാണത്. മഹാതപസ്വികളാണ് ഈശ്വരലീലകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈശ്വര കഥകളിൽ രുചിയുണ്ടാകുന്നത് തന്നെ പൂർവജന്മ സുഹൃതം മൂലം. ആ സുഹൃതമാണ് ഒരുവനെ സത്സംഗത്തിലെത്തിക്കുന്നത്. ആദ്യകാലം ഈശ്വര കഥകൾ കേട്ടാൽ മാത്രം മതി. പിന്നീട് ആ ദിവ്യകഥകൾ അവനിൽ ഈശ്വര താൽപ്പര്യം ഉണർത്തും. ആ താൽപ്പര്യം അയാളെ മെല്ലെ സാക്ഷാത്കാരത്തിൻ്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യും. ഭക്തസംഘത്തിലിരുന്ന് ഈശ്വരകഥകൾ കേൾക്കുന്നതാണ് ഒറ്റയ്ക്കിരുന്ന് വായിക്കുന്നതിനേക്കാൾ നന്ന്. ഈശ്വരലീലകൾ വിവരിക്കുന്നയാൾ അനുഭൂതി നുകർന്നവനാണെങ്കിൽ ഹാവൂ, അത് മഹത്തരമായി. ആ സുഹൃത്തുക്കളുടെ മുഖം ആനന്ദം കൊണ്ട് തുരുത്തിരിക്കും. ഈശ്വരസ്മരണയിൽ മിഴികൾ നിറഞ്ഞൊഴുകും. കേൾക്കുന്നവരിലേക്കും ആ ഭക്തി ഒഴുകിയെത്തും. കൊച്ചു കുഞ്ഞുങ്ങൾ ചിരിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവരും ചിരിച്ചു പോകുന്നു. അതുപോലെ അനുഭൂതി സമ്പന്നനായ ഒരുവൻ പറയുന്ന ഈശ്വരകഥകൾ കേൾക്കുമ്പോൾ കേൾക്കുന്നവരുടെയും ഹൃദയം നിറയും. മഹത്തുക്കളുടെ സംഘം അമൂല്യം. ഭഗവത് ലീലകൾ കേട്ട് പവിത്രമായ മനസ്സിൽ ആ നിമിഷം ഈശ്വരൻ വാസം ആരംഭിക്കും. അതോടെ ഷഡ്രിപുക്കൾ ഭക്തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴിയും. ഭഗവത് നാമം പാടുന്ന ആ ഭക്തനെ ദുർഗുണങ്ങൾക്കു സമീപിക്കാനാവില്ല. അവിടെ ദിവ്യപ്രേമം ഉറവയെടുക്കും. അയാൾ മായയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പരമരഹസ്യം അയാൾക്ക് വെളിപ്പെടും. അയാൾ തൻ്റെ ദിവ്യതയെ സാക്ഷാത്കരിക്കും. മുകളിൽ ഭഗവാൻ അരുളിയിട്ടുള്ളവ നേടുന്നതിനാണ് സത്യസായി ഭാഗവതം.